മലയാള ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയിലേക്ക് ആണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇന്നത്തെ ചിന്ത 2 വാക്കുകളാണ്. ഈ 2 വാക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മനസ്സിൽ നിന്ന് പുറത്തോട്ട് സ്നേഹം, സന്തോഷം, സമാധാനം നൽകാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ചിന്തയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. 2 വാക്കുകളാണ്. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമില്ല, അല്ലേ? പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോഴെല്ലാം എങ്ങനെയാണ് നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ സമാധാനം നിറഞ്ഞ ഒരവസ്ഥ നിലനിർത്താനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ 2 വാക്കുകൾ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന 2 വാക്കുകളാണ്. ഏത് വാക്കുകളാണ് എന്നല്ലേ? റിയാക്റ്റ് ആൻഡ് റെസ്പോണ്ട്. സോ എപ്പോഴും നമ്മൾ നമ്മുടെ മനുഷ്യൻ എന്ന ആ ഒരു വലിയ ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. നമുക്കറിയാം കമ്പ്യൂട്ടറുകൾക്ക് എല്ലാവർക്കും കീവേഡുകൾ കൊടുത്ത് അല്ലെങ്കിൽ കമാൻഡുകൾ കൊടുത്തിട്ടാണ് കമ്പ്യൂട്ടറുകൾ ചലിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വലിയ കമ്പ്യൂട്ടറിന് കുറേ നല്ല കീവേഡുകളുണ്ട്. അതിലെ 2 കീവേഡ്സാണ് റിയാക്റ്റ് ആൻഡ് റെസ്പോണ്ട്. സോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങൾ അല്ലെങ്കിൽ കുറേ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാനിടയാവുകയോ അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കാനിടയാവുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഈ ഒരു വലിയ കമ്പ്യൂട്ടർ ആദ്യം ചെയ്യുന്ന ഒരു കമാൻഡ് റിയാക്റ്റ് എന്ന കമാൻഡാണ്. അതായത് നമ്മുടെ ബുദ്ധി ഒരിക്കലും ചിന്തിക്കാതെ നമുക്ക് ആ ഒരു ഡിഫോൾട്ടായിട്ട് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം നമ്മൾ റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു നല്ല ഒരു ഭക്ഷണത്തിൻ്റെ മണം കിട്ടുകയാണെങ്കിൽ ഞാൻ ആദ്യമേ എൻ്റെ മനസ്സിൽ എന്താ പറയുക, നല്ല മണം, എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവത്തിൻ്റെയാണ് നമ്മളത് ആലോചിക്കാതെ തന്നെ നമ്മളിലോട്ട് വരുന്ന ഒരു റിയാക്ഷനാണ്. അതുപോലെ തന്നെ നാം വളരെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെപ്പറ്റി നാം അറിയാത്ത ഒരു വലിയ ഒരു ചീത്തയായ കാര്യം പറയുകയാണ് അല്ലെങ്കിൽ ഏറ്റവും അപമര്യാദയായി നമ്മളോട് പെരുമാറുകയാണെങ്കിൽ നാം ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഒരു സംഭവമാണ് റിയാക്ഷൻ. നമ്മൾ റിയാക്റ്റ് ചെയ്യും. മിക്കവാറും നമുക്ക് ദേഷ്യം വരും, നമ്മുടെ മുഖത്ത് നമ്മൾ സങ്കടം വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ഹൃദയം ശരിക്കും ഹാർഡായിട്ട് ചിലപ്പോൾ അടിക്കാൻ തുടങ്ങും. അതല്ലെങ്കിൽ നമ്മൾ വാക്കുകളിലൂടെ നമ്മൾ അവർക്കെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ നമ്മളെ തന്നെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള കമാൻഡ്. സോ ഏതൊരു സന്ദർഭത്തിലും നാം അനുഭവിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ആ റൊട്ടീനിലില്ലാത്ത ഒരു അനുഭവം വരികയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ചെയ്യുന്നത് ഓൾവേസ് റിയാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റിയാക്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ശതമാനവും നമ്മുടെ ബന്ധങ്ങൾ ശിഥിലമാവുകയാണ് ചെയ്യുക. ഒരിക്കലും നമുക്ക് നമ്മൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കുകയില്ല. കാരണം നാം റിയാക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ആകസ്മികമായിട്ട് നാം റിയാക്റ്റ് ചെയ്യുമ്പോൾ നാം പറയുന്ന വാക്കുകൾ, നാം ചെയ്യുന്ന ചലനങ്ങൾ എല്ലാനും മറ്റുള്ള ആളെ അല്ലെങ്കിൽ നാം സംവദിക്കുന്ന ആളെ എന്തുകൊണ്ട് ഏതൊരു രീതിയിലാണെങ്കിലും അവരെ സന്തോഷിപ്പിക്കുകയല്ല ചെയ്യുക. അവരെ കൂടുതൽ ട്രിഗർ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അവരെ വീണ്ടും ദേഷ്യമാണെങ്കിൽ ദേഷ്യത്തിലോട്ട്, അല്ലെങ്കിൽ വാശിയാണെങ്കിൽ വാശിയിലോട്ട് എത്തിക്കുകയേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്ന് കുറയ്ക്കാൻ അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ആ വികാരത്തെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ. അവിടെയാണ് റെസ്പോണ്ട് എന്ന ഒരു ആക്ഷൻ്റെ അല്ലെങ്കിൽ ആ കീവേഡിൻ്റെ ശക്തി വരുന്നത്. അപ്പോൾ എന്താണ് റിയാക്ഷനും റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ റിയാക്റ്റ് ആൻഡ് റെസ്പോണ്ട് തമ്മിലുള്ള വ്യത്യാസം? റിയാക്റ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ നാം ചിന്തിക്കാതെ നാം സ്വതസിദ്ധമായ രീതിയിൽ നമ്മിൽ നിന്നും പുറത്തു വരുന്ന ഒരു ആക്ഷനാണ്, അല്ലേ? പക്ഷേ റെസ്പോണ്ട് എന്ന് പറയുമ്പോൾ നാം അതിവിടെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ചിന്തിക്കുകയാണ്. എനിക്കറിയാം ഞാൻ കേൾക്കുന്ന ഈ ഒരു സംഭവം എനിക്കെതിരെ പറയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നെയായിട്ട് ഒരു സന്തോഷവും സമാധാനവും എന്നെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങളും എനിക്കറിയാം. അതുകൊണ്ട്
ആരൊക്കെ എന്നെപ്പറ്റി എന്തെല്ലാം എനിക്ക് ചുറ്റു പറഞ്ഞാലും എൻ്റെ ആത്മാർത്ഥമായ വർത്തമാനങ്ങൾ, ആത്മാർത്ഥമായ പ്രവർത്തികൾ ഞാനത് 100% ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് എന്തൊക്കെയും പുറത്ത് നടന്നാലും ഞാൻ അതിനെപ്പറ്റി വ്യാകുലപ്പെടുന്നില്ല. ഞാൻ അതിനെപ്പറ്റി എതിർത്ത് അഭിപ്രായം പറയുന്നില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന്. നമ്മളതിനെ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ഞാനും ആ സംസാരിക്കുന്ന വ്യക്തിയും തമ്മിൽ എനിക്കൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഞാനൊരാളെ പോയി സംസാരിക്കില്ലല്ലോ. ആ ഒരു ബന്ധം അവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ നടക്കുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ഇപ്പോൾ എന്നെപ്പറ്റി പറയുന്ന ആ സംഭവത്തിൽ നിന്ന് ഞാൻ ഡിസ്കണക്റ്റ് ചെയ്യുകയാണ്. കാരണം എനിക്ക് എന്നെപ്പറ്റി നല്ല ബോധമുണ്ട്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്. ഞാൻ നല്ലതാണ്. ഞാൻ എന്നിലൂടെ നൽകുന്ന കാര്യങ്ങൾ നല്ലതാണ് എന്ന് എനിക്ക് നല്ലൊരു അവബോധമുണ്ടെങ്കിൽ മറ്റുള്ളവർ എത്ര വായിട്ടടച്ചാലും അലച്ചാലും നമുക്കതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ചിന്ത നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മുടെ ബ്രെയിനിനോട് ബോധപൂർവം മനസ്സിൽ തന്നെ പറയുമ്പോഴാണ് നമ്മളുടെ ബ്രെയിൻ മറ്റൊരു കമാൻഡിലോട്ട് നമ്മെ നയിക്കുക. അതല്ലെങ്കിൽ ബ്രെയിൻ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വെച്ചിരിക്കുന്ന കമാൻഡ് ഏതായിരിക്കും? അതെ, റെസ്പോൺസാണ്. പക്ഷേ ഈ ഒരു ചിന്ത നാം വളരെ ഇൻറ്റൻഷനലായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ സ്ലോ ഡൗൺ ചെയ്യും, നമ്മെ കേൾക്കും. അപ്പോൾ നമ്മൾ തന്നെ ബ്രെയിനിനോട് പറയും, യെസ്, സ്റ്റോപ്പ്, ഞാൻ റിയാക്റ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇതിന് പ്രതികരിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള രീതിയിലാണ്. അതിൽ ഏറ്റവും നല്ല റെസ്പോൺസ് എന്തായിരിക്കും? അതെ, ഏറ്റവും നല്ല റെസ്പോൺസ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഏതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം? നമ്മുടെ വാക്കുകളാണ്, വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് ആ ഒരു പ്രതികരണ ശേഷിയിലേക്ക് നമ്മൾ സ്വതസിദ്ധമായ ശൈലിയിൽ നാം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ബുദ്ധിയോട് പറയുകയാണ്, ഇത് എന്നെ ബാധിക്കുന്നില്ല, അവർ പറയുന്ന കാര്യങ്ങൾ എന്നെ ബാധിക്കുന്നില്ല എന്ന പൂർണ്ണമായ വിശ്വാസത്തിൽ അവിടെ നിന്ന് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ ബ്രെയിൻ നമ്മളോട് തന്നെ പറഞ്ഞു തരും. സൈലൻസ് അല്ലെങ്കിൽ സമാധാനം, ഒരുപക്ഷെ ഒരു പുഞ്ചിരി, അതൊക്കെ ആയിരിക്കും ആ സമയത്ത് റെസ്പോണ്ട് ചെയ്യേണ്ട മാർഗങ്ങൾ. നാം ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ടേക്ക് എ പോസ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം ഒരു നിമിഷം നിശ്ചലമാവുക. ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തിക്കുക, ഇപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലം എന്താണ്? നല്ല ഫലമല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക. നിശബ്ദത പാലിക്കുക. ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക. അങ്ങനെയാണ് ആ ബന്ധങ്ങൾ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് നമ്മുടെ സമാധാനവും നമ്മുടെ ബന്ധങ്ങളും നിലനിർത്തണമെങ്കിൽ റിയാക്റ്റ് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ചിന്ത.